റെവലേഷൻ 19:7, വെളിപ്പാട് 19:7. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സത്യമാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. എൻ്റെ കാന്തെന്ന് കർത്താവ് പുതിയ നിയമത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്. നമുക്ക് ഉള്ള പദവി ദൈവദൂതന്മാർ പോലും വളരെ ആകാംക്ഷയോടെ ജലസായിട്ട് അല്ലെങ്കിൽ അസൂയയോടെ നോക്കിയിരിക്കുന്ന ഒരു പദവിയാണ് പുതിയ നിയമത്തിലുള്ള വിശ്വാസികളുടേത്. ആ ഉന്നത പദവിയിലേക്ക് കയറാൻ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ ദിവസം, അതായത് യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ യഹോവയെ സേവിക്കും. പിന്നെ നമ്മൾ ദൈവവും നമ്മളുമായിട്ടൊരു ഉടമ്പടി ശരിയായി കഴിയുമ്പം പിന്നെ ആ ഉടമ്പടി പൂർത്തീകരിക്കേണ്ട ജോലി ദൈവത്തിനാണ്. ബിബ്ലിക്കൽ കവനൻ്റ്, വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി ദൈവവും അബ്രഹാമായിട്ടെടുത്ത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഉടമ്പടി മനുഷ്യനോട് എടുക്കുമ്പം നമ്മൾ തെറ്റ് ചെയ്താലും, നമ്മൾ അവിശ്വസ്തരാണെങ്കിലും, നമ്മൾ ബലഹീനരാണെങ്കിലും ദൈവം പൂർത്തീകരിക്കും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലായി. ലീഗലി ബിബ്ലിക്കൽ കവനൻ്റ് ദൈവവും മനുഷ്യനുമായിട്ട് എടുക്കുമ്പോൾ ദൈവം പറയുന്നു, അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 12 1, 2, 3 വാക്യങ്ങളിലെല്ലാം ദൈവം അബ്രഹാമിനെ 7 തരത്തിൽ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ രാജാക്കന്മാരും, നിനക്കെതിരായിട്ട് ശത്രുക്കൾ നിന്നെ വന്നാൽ ഞാൻ അവരെ തോൽപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇങ്ങനെ 7 വാഗ്ദത്തങ്ങളെ അത് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് തന്നെ വായിക്കാം. ഉൽപ്പത്തി 12 എഴുതിയിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അബ്രഹാമിനെ കൊണ്ട് യാഗവസ്തുവായിട്ട് ഒരു ആട്ടിൻകുട്ടിയെയും കാളക്കിടവനെ 2 പ്രാവിനെയും കൂടെ കൊണ്ടുവച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതോടുകൂടി ദൈവവും മനുഷ്യനും ഈ അബ്രഹാമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴുള്ള വിശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിനറിയാം മനുഷ്യൻ ചെയ്യാൻ പോകുന്നില്ലെന്ന്. കാരണം നമ്മുടെ മാനുഷിക സ്വഭാവം ദൈവത്തിന് നല്ലതായിട്ട് അറിയാം. നമ്മൾ ചെട്ടിയിക്കാൻ മനുഷ്യരല്ലേ. അപ്പം ദൈവം പറയുന്നത്, മനുഷ്യൻ അവിശ്വസ്തരാണെങ്കിലും ഞാൻ വിശ്വസ്തത കാണിക്കും, അവൻ ബലഹീനനെങ്കിലും ഞാൻ ബലവാനും, അവൻ തെറ്റ് ചെയ്താലും ഞാൻ അവന് വേണ്ടി കോമ്പൻസേറ്റ്. ഇതാണ് ഉടമ്പടിയുടെ ഗുണം. ആ ഉടമ്പടിയുടെ, അതായത് ആരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പം നമ്മളൊരു രാജാവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പം രാജാവ് നീതിയുള്ള നന്മ ചെയ്യുന്ന രാജാവാണെങ്കിൽ നമ്മളെത്ര ചെയ്താലും നന്മയായിട്ട് തന്നെ രാജാവിന് പ്രതികരിക്കാനൊക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ഹിസ് ക്യാരക്ടർ. അവൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അവൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല എങ്കിൽ യോശുവയുടെ 24 നമ്മൾ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കുന്ന വാഗ്ദത്തം കൊടുത്ത നിമിഷത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആയി മാറി. പിന്നെ ദൈവം പറയുന്നത്, ഇന്ന് മുതൽ നീ എൻ്റെ കാന്തയാണ്. പുതിയ നിയമമായപ്പോൾ നമ്മൾ മണവാളിനും മണവാട്ടി സ്റ്റേജായി. അപ്പോൾ തോഴന്മാരല്ല നമ്മൾ. ആ സ്റ്റേജിലാകുമ്പം പിന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടി അപ്പോഴാണ് ഈ വെളിപ്പാടിൻ്റെ 19:7 പറയുന്നത്, എൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കണം. അപ്പം നമ്മൾ തന്നെത്താനെ ശ്രമിക്കുകയാണ്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. ദൈവത്തിൻ്റെ നീതിപ്രവർത്തികളെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അതായത് മണവാട്ടിയുടെ വസ്ത്രമെന്ന് പറയുന്നത് ഈ നല്ല വെള്ള തുണി, അല്ലെങ്കിൽ കോട്ടൺ തുണി, അല്ലെങ്കിൽ സിൽക്കിൽ സൂചി കയറ്റി ഇറങ്ങി എംബ്രോയ്ഡറി തയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഹേർട്ടിങ് ദ തിങ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ജഡം ഉരിച്ചു കളഞ്ഞ ആത്മാവിൽ നമ്മൾ പണിതെടുക്കും തോറും നമ്മുടെ ജഡത്തിനെ അത് ഹനിക്കുകയാണ്, ജഡം ഇല്ലാതാകുകയാണ്. ആത്മാവിലാണ് ഈ നൂല് കോർത്ത് നമ്മൾ എംബ്രോയ്ഡറി തയ്ക്കുന്നത്. അതാണ് ശുദ്ധവും ശുഭ്രവുമായ നീതിവസ്ത്രം ഉടുക്കണമെങ്കിൽ നന്മപ്രവൃത്തി കൊണ്ട് നമ്മളെ നിറയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഈ വെളിപ്പാടിൻ്റെ 19:6 തൊട്ട് 9 വരെ വായിക്കണം. ഇത് വാഗ്ദത്തം പ്രാപിച്ചെടുക്കേണ്ട ഒരു പ്രാപിക്കണം. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു.
നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ വല്ലവരും ഒരുക്കും നമ്മൾ നോക്കിയിരിക്കല്ലേ, നമ്മളെ ജോലി നമ്മൾ തന്നെ ചെയ്യണം. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷപുത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവം തരികയാണ് ഈ കൃപയും. കർത്താവിൻ്റെ കൃപ എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം പറയും, ഞാൻ അവളിൽ പ്രസാദിച്ച് പറയുമ്പോൾ ദൈവദൂതന്മാർ ഈ വസ്ത്രം നമ്മളെ ഇടിയിപ്പിച്ച് കഴിയുകയാണ്. കർത്താവിൻ്റെ വചനം എടുക്കുന്നവരെ ദൈവത്തിൻ്റെ വിശ്വസ്തത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അതങ്ങ് വലുതാക്കി പറയും. ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവന് നീതിമാനാണ്, ഇത്ര നല്ലവൻ വേറെ ഇല്ല. അബ്രഹാമിനെ കുറിച്ച് പറയുന്നില്ലേ, ദാവീദിനെ കുറിച്ച് പറയുന്നില്ലേ. ദൈവം എന്തെങ്കിലും കുറ്റം അവരെക്കുറിച്ച് പറയുന്നുണ്ട്, എന്തെല്ലാം ബലഹീനത എഴുതി വെച്ചെങ്കിലും ദൈവം പറയുമ്പോൾ നല്ലതായിട്ടേ പറയും. അങ്ങനെ തന്നെയാണ് നമ്മളെക്കുറിച്ചും പറയാൻ പോകുന്നത്. ആ വിശേഷ വസ്ത്രം എന്തുവാ? വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ എന്ന്. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം നീതിപ്രവർത്തികളാണ്. അത് വെച്ച് എംബ്രോയിഡറി തയ്ക്കുന്ന നല്ല വസ്ത്രം കൊണ്ടുണ്ടാക്കിയ ബ്രൈഡൽ ഗൗണാണ് നമ്മളിനി ഇടാൻ പോകേണ്ടത്. അതിന് പകരം ലോകത്തിൻ്റെ പുറകെ പോയി മ്ലേച്ഛതയുടെ വസ്ത്രം, മഹദിയാം ബാബിലോണിൻ്റെ ചുമന്ന വസ്ത്രം ധരിച്ച് ഞാനാണ് ദൈവമെന്നും പറഞ്ഞിരിക്കുന്നു, അവൻ്റെ വീഞ്ഞും കൈക്ക് പിടിച്ചിരിക്കുന്നു. ദുഷ്ടശക്തിയുടെ അടിമയായിട്ട് നമ്മുടെ തലമുറ പോകത്തില്ല. വിളിച്ചു പറ. അവിടെ പക്ഷത്ത് പോകാൻ ദൈവം വിടുകയില്ല. ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഇടിഞ്ഞു പോകണം, മതിലുകൾ ഇടിയണം, അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല തന്ത്രങ്ങളും പ്ലാനുകളും കരിഞ്ഞു പോകണം. ആരാണ് വിശ്വാസി? ദൈവത്തിന് സങ്കടം ഇതൊക്കെ കാണുക. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്ന് എന്നോടും പറഞ്ഞു. എന്നും ദൈവത്തിൻ്റെ സത്യവചനമാണ്. കല്യാണ സദ്യയ്ക്ക് വിളിക്കണം. ഈ 10 കന്യകമാരിൽ 5 പേരുടെ കയ്യിൽ ആവശ്യത്തിന് എണ്ണയും വിളക്കും തിരിയുമുണ്ടായിരുന്നു. അപ്പം 5 പേര് ബുദ്ധിയില്ലാത്ത കന്യകമാരിൽ എണ്ണ അധികം ഇല്ലായിരുന്നു. എണ്ണ ധാരാളമായിട്ട് അഭിഷേകത്തിൻ്റെ പുഷ്ടിയാണല്ലോ നമുക്ക് ഓടിക്കുന്നത്. അഭിഷേകത്തിൻ്റെ പുഷ്ടി കൊണ്ട് എണ്ണ ധാരാളമായിട്ട് സൂക്ഷിച്ച് വെക്കണം. എപ്പോഴാവശ്യമെന്നറിയത്തില്ല. എന്നും വചനം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊരു വചനം പറയാൻ പറഞ്ഞ ഒരുപാടുമില്ല. വല്ലപ്പോഴും വചനം നോക്കാൻ പറഞ്ഞാൽ വചനം പറയാനൊക്കത്തില്ല, ഒക്കുമോ? അതുതന്നെ എല്ലാ ഫീൽഡിലും. എന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. ഒരിക്കലും അടുക്കളയിൽ കയറാത്തൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ല. ബിക്കോസ് ദ പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ദൈവവചനം എടുത്ത് കൈകാര്യം ചെയ്തിട്ട് ദൈവത്തിൻ്റെ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ഉടുക്കാൻ ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം ആഗ്രഹിക്കാം. ഈ 19-ൻ്റെ തന്നെ അവസാനത്തെ വാക്യം പറയുന്നുണ്ട്, ദൈവത്തെ നമസ്കരിക്കുക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. നമ്മളോട് ദൈവം പ്രവചനാത്മാവിൽ പറയുകയാണ്, ഞാൻ നിനക്ക് സത്യത്തിൻ്റെ ആത്മാവിട്ടിരിക്കുന്നു, ഞാൻ നിന്നിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് ശുദ്ധവും ശുഭ്രവുമായ. ഇത് നീതിപ്രവർത്തനം, നിൻ്റെ പ്രവൃത്തികളെല്ലാം നീതിയായിട്ട് ഞാൻ കണ്ടിരിക്കുന്നു. കാരണം കർത്താവിൻ്റെ മണവാട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ഈ പദവി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞേച്ച് വസ്ത്രം ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. ഇവിടെ വെച്ച് നടക്കണം. റൈറ്റ് നൗ, ഇപ്പോൾ ഒരു തീരുമാനമെടുക്കണം. ഇത് ദൈവവുമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കേ ഉള്ളേ. പിന്നെ കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളത് എല്ലാ പ്രസംഗത്തിലും പറയാണ്ട്. രക്ഷിതാവായിട്ട് യേശുവിനെ സ്വീകരിക്കുക. പിതാവാം ദൈവത്തിൽ നിന്ന് പുത്രനായ ദൈവം ഭൂമിയിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജോലി ഈ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിച്ചിട്ട് ദൈവമക്കളെ കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പം ദൈവം ഭൂമിയിൽ വന്നത് മനുഷ്യരെ പിതാവാം ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ യേശുക്രിസ്തു വന്നു, ചെയ്തു കഴിഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ മണവാട്ടികളാണ്, പുതിയ നിയമത്തിലുള്ളവർ. ആ സത്യം മനസ്സിലാക്കിയാൽ ദൈവത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ അത് ഇൻറ്റു മൈ ഇന്നർ ചേംബർ. അപ്പോഴാണ് ഈ സങ്കീർത്തനം 45, അതുപോലെ ഉത്തമഗീതം, ഇതൊക്കെ തന്നെ വാലിഡിറ്റി, അതിനൊക്കെ വാല്യൂ വരും. ബിക്കോസ് വി ആർ വോക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് റെലം. അതാണ് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയാണ്. എൻ്റെ കൃതി രാജാവിന് വേണ്ടി, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായി മാറുകയാണ്. എപ്പോഴാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നേച്ച് പറയുകയാണ്, ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവ് വെളിപ്പാടിൻ്റെ അവസാനത്തെ വാക്യമൊക്കെ വരുത്തേക്ക് ഇതൊക്കെ പിന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. അതെനിക്ക് ഉറപ്പാണ്.
തന്നെത്താൻ കാന്ത ഒരുങ്ങിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. വല്ലവരും ചെയ്ത് നമുക്ക് വസ്ത്രം ഈ മഹദിയാം ബാബിലോണ്ട് ചുമന്ന വസ്ത്രം ഉടുക്കുന്നവൻ ആഗ്രഹിക്കുന്നതെല്ലാം വലിച്ചീറി അപ്പച്ചൻ നിന്ന് തീക്കൊണ്ട് അതിലിട്ട് കരിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണ്, അത് നിലനിൽക്കുന്നതല്ല. ഈ വെളിപ്പാടിൻ്റെ 22 ആകുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഈ കാന്ത പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ ഞങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടന്നു വരേണ്ടത് ഞങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. നമ്മൾ വിളിക്കുകയാണ് ദൈവത്തെ, വളരെ ഇമ്പോർട്ടൻറ്റ്. മണവാട്ടി വിളിക്കുന്നു, സഭ വിളിക്കണം. വരിക എന്ന ആത്മാവും മണവാട്ടിയും, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കട്ടെ. അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണം. ഇതാണ് മാറനാത്ത ദൈവവുമായിട്ടുള്ള ഉറ്റബന്ധം. അത് സ്വർഗത്തിൽ ചെല്ലുമ്പം കിട്ടും, പക്ഷേ ഇറ്റ് സ്റ്റാർട്ട്സ് ഹിയർ റൈറ്റ് നൗ വിത്ത് അസ്. ഈ ടൈമിൽ ഉടമ്പടി എടുത്ത് കടന്നു നമുക്ക് പ്രാർത്ഥിക്കാം. അതാ ജോഷുവ പഴയ നിയമത്തിൽ ദൈവത്തോട് ഉടമ്പടി എടുത്തെന്ന് ഞങ്ങൾ വായിച്ചു. പുതിയ നിയമത്തിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പുതുസൃഷ്ടിയായി. 2 കൊരിന്ത്യർ 5:17 പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി. ഈ പുതിയ സൃഷ്ടി ദൈവത്തിൻ്റെ മണവാട്ടിയായ സഭയാണ്. അത് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ബുദ്ധിയുള്ള കന്യകമാരായിട്ട് ആവശ്യത്തിലധികമായിട്ട് എണ്ണ സൂക്ഷിച്ചു വെക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. എപ്പോഴാണ് നാഥൻ വരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ആത്മാവ് അലേർട്ടാണ്, എപ്പോഴും വരിക എന്ന് വിളിക്കുകയാണ്. അങ്ങനെയുള്ള നല്ല മനസ്സിന് ഞാൻ കിട്ടുതരണം. ഞങ്ങളുടെ ദൃഷ്ടി നിന്നിലോട്ടാണ്. ഞങ്ങളുടെ തലമുറകൾ നിന്നെ കാണണം. തലമുറയായിട്ട് നിൻ്റെ ആത്മാവ് പകരുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ പോലും നിന്നെ അറിയാത്തവരാകരുത്. നിൻ്റെ രക്ഷയുടെ മാർഗത്തിലേക്ക് ആ വാതിൽ തുറന്നു കിട്ടും. ഞങ്ങൾ അവിടെയുള്ള മുള്ളും പറക്കാരെല്ലാം കരിച്ചു കളഞ്ഞ് മറ്റു വഴികളെല്ലാം അടച്ചിട്ട് ഈ ഒരു വഴി മാത്രം തുറന്നു കൊടുക്കുന്നു. അതിലേ കൂടെ കയറട്ടെ. പെട്ടകത്തിന് ഒരു വാതിലല്ലേ ഉള്ളായിരുന്നു കർത്താവ്. സമാഗമന കൂടത്തിനും ഒരു വാതിൽ, ഇടയനും ആടിനും ഒരു വാതിൽ, ആലയ്ക്കകത്ത് കയറാൻ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുൻപ് നിൽക്കുന്ന അനേക വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു അടച്ചിട്ട് ഏകസത്യദൈവമാണെന്ന് നിന്നിലേക്ക് കടന്നു വരുവാൻ പിതാവാം ദൈവം പുത്രനെ അയച്ചിരിക്കുന്ന ആ വാതിലിൽ കൂടെ കുഞ്ഞുങ്ങളകത്ത് കയറട്ടെ. കർത്താവേ വരിക എന്നവർ വിളിച്ചു പറയാൻ, മണവാട്ടികളെപ്പോലെ വിശുദ്ധ ജീവിതം നയിക്കാൻ, ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം ആഗ്രഹിക്കാനുള്ള ഇച്ഛയിട്ട് കൊടുക്കണം. നിൻ്റെ മണവാട്ടികളായിട്ട് ഞങ്ങൾ ജീവിച്ച് നീതിവസ്ത്രം ഉടുക്കാനും ദൈവത്തിൻ്റെ നന്മ പ്രവൃത്തി ചെയ്ത് അന്നന്ന് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവരാക്കി മാറ്റണമേ. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.